ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് സോസ് സെമി ഗ്രേവി വരുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു 4 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു സ്പ്രിംഗ് ഒനിയൻ, ഒരു സവാള, പിന്നെ ഒരു 7 പീസ് ഫിഷ്. ഇവിടെ ഞാൻ വറ്റ ഫിഷാണ് എടുത്തിരിക്കുന്നത്, ബോൺലെസ് പീസസ് ആണ്. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, അതേപോലെ ഓയിൽ. ഈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, സവാള, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എരിവിനനുസരിച്ച് ആവശ്യത്തിന് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫിഷിൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അപ്പം മസാല 2 സൈഡിലും ശരിക്കാവാൻ വേണ്ടിയാണ്. ഇനി ഒരു 3 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. ഇനി ഈ പീസസൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഫിഷ് നുറുങ്ങിപ്പോവാതെ ശ്രദ്ധിച്ചു വേണം മറിച്ചിടാൻ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തേക്കാണ്, അത് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്താണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി. ഇനി ഇതിലേക്ക് ഒരു സ്പ്രിംഗ് ഓനിയൻ, ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 to 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫിഷിൻ ബ്ലാക്ക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് തൂവാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു ഗ്രേവിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.